പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ
നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഷാലൂമിൽ നിന്ന് 2 ഡോക്ടർമാർ എന്നെ കാണാൻ വന്നായിരുന്നു. അവരുടെ പ്രശ്നം അവർക്ക് മക്കളില്ലാതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് സാധാരണ ലെവലിൽ മക്കളെ കിട്ടാനുള്ള സാധ്യതയില്ലാത്ത സൂചനയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച് ഇത് വേറെ മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അതായത് IVF പോലെയുള്ള മാർഗ്ഗങ്ങൾ ഇവർ ചുമ്മാ പറഞ്ഞേ. അപ്പം തന്നെ ഇവർ എഴുന്നേറ്റ് എന്താ കാര്യത്തിന്, അതായത് അവർ ഡോക്ടർമാരല്ലേ, അവർക്കറിയാവത്. അവർ അതിൽ അങ്ങനെയുള്ള കൃത്രിമ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ദേ ആർ നോട്ട് റെഡി. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്ക് ബ്ലെസ്ഡ് ആയിരുന്നു അവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന 2 കുഞ്ഞുങ്ങളെക്കാളും അവർ പ്രാധാന്യം കൊടുത്തത് എന്താണ്, അവർ നിലനിൽക്കുന്ന ഒരു കൃപയുടെ സ്റ്റാറ്റസ് ഉണ്ട്. കൃപയുടെ സ്റ്റാറ്റസ് ഈ കൃപയുടെ സ്റ്റാറ്റസ് നിലനിൽക്കുന്നുള്ള കാലം ഇനിയിപ്പോൾ സ്വാഭാവിക മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ വലുത് അവിടെ കൃപയാണെന്നുള്ള ആന്തരിക ബോധ്യം കൊടുത്തതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കൂടുതൽ മോശമായ ഒരു സങ്കടമൊന്നും അവർക്കില്ല. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ വിശ്വാസവും ആത്മീയതയും കൊണ്ട് കൃപ നിറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ കൃപ അതിനേക്കാൾ വലിയ ഒരു അപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഒന്ന് വായിച്ചത് മർക്കോസ് 4:9. മർക്കോസ് 4:9. അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയുള്ള വരപ്രസാദമുള്ളവെന്ന് അർത്ഥം. കേൾക്കാൻ കൃപയുള്ളവനെന്നാണ് പറയണത്. ആ വചനം ബൈബിൾ എന്നുകൊണ്ട് ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ കേൾക്കാൻ ചെവിയുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് എനിക്ക് 2 ചെവി ഉണ്ടല്ലോ, എനിക്ക് കേൾക്കുറവൊന്നുമില്ലല്ലോ, ഇങ്ങനെ അടിച്ചു നോക്കിയിട്ടുള്ള കാര്യമുണ്ട്. 2 ചെവി ഉണ്ട്. അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. കേൾക്കാൻ കൃപയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ചില കഠിന വചനങ്ങൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കൃപ വേണം. ഈ ഡോക്ടർമാർ ആ എക്സ്ട്രാ കൃപ നേടിയ ആൾക്കാരാണ്. അത് സുവിശേഷവിഹിതമായ ദൈവികമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് ദൈവം തങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് ഇവരെ എടുക്കുമ്പോഴാണ് എക്സ്ട്രാ കൃപ കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന ബൈബിൾ പറയണത്. എടുത്തേ, കൂട്ടുവേലക്കാരെടുത്തേ. 1 കൊരിന്തോസ് 3:9. 1 കൊരിന്തോസ് 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. അപ്പോൾ അതായത് ദൈവം പ്രവർത്തിക്കുന്ന ഇടമാണ് വയലും വീടും. മറ്റതെന്താണ്, ആ വയലിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ആ പ്രേക്ഷിതരെ ഉടമ്പടി എപ്പോഴും അന്വേഷിക്കുന്ന ഈ കൂട്ടുവേലക്കാരാണ്. കൂട്ടുവേലക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഠിന വചനങ്ങൾ കേൾക്കാൻ കൃപയുള്ളവരാണ്. ആരാണ് ഈ കൂട്ടുവേലക്കാർ? അപ്പം നമ്മൾ മരിക്കണമെങ്കിൽ ഈ കൂട്ടുവേലക്കാരുടെ സെക്ഷനിലേക്ക് മാറണം കേട്ടോ. ചില കഠിന വചനങ്ങൾ, ഇപ്പം എനിക്ക് ഈ രോഗമാണ്, ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഞാൻ കർത്താവിൻ്റെ വചനം വിശ്വസിച്ചും ആ വചനം അനുസരിച്ച് കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്ന അർത്ഥം. ബൈബിളിൽ കേൾക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ടിൻ്റെ ഇയർ ഡ്രമിൻ്റെ മെക്കാനിസത്തിലുള്ള കേൾവിയല്ല ഉദ്ദേശിക്കുന്നത്. കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നാണ്.
അനുസരിക്കാൻ ചെവിയുള്ളവൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ എന്നാണ് ഈശോ പറയണത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം കഠിനമാണ്, പക്ഷേ അനുസരിക്കാൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ. അപ്പം കഠിന വചനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് കൃപയാണ്. യോഹന്നാൻ 6:60 ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പൊ മക്കളില്ലാത്ത വേറെ ഡോക്ടർമാർക്കുണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു, ആർക്ക് കഴിയും? അവർ പോയി. ഇവർ പോകത്തില്ല. കാര്യം എന്താണ്? ഇവർ മക്കളേക്കാൾ വലുതാണ് അവർക്ക് കൃപ. അവർക്ക് കേൾക്കാനുള്ള കൃപയുണ്ട്, അനുസരിക്കാനുള്ള കൃപയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ അവിടെ നിന്നത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നവരെയാണ് പറയണത് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് പറയണത്. എൻ്റെ മക്കളെ, ഈ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് കൃപ എന്ന് പറഞ്ഞ സംഭവം കൂട്ടുവേലക്കാർക്കാണ് കൂടുതലായിട്ട് കൊടുക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് വെച്ചാൽ ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു പോണവരാണ്. ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു. ചില ആൾക്കാർ ദൈവിക പദ്ധതികളോട് അവസാനം വരെ ആൽപ്പെടുത്തി. ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴിടയ്ക്ക് ഞാൻ പറയണതാണ്, ഒരു 79 വയസ്സുള്ള ഒരു വല്യമ്മച്ചി ഞാനോട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ അമ്മ ഇപ്പോഴും ദൈവമായിട്ട് ഗുസ്തിയിലാണ്. എന്താണ്? കർത്താവ് എനിക്കൊരു മകനെ തന്നിട്ടെങ്കിൽ ഇപ്പം എന്നോളം ഉണ്ടായിരുന്നോ. അതാണ് അവർ പറയണത്. അതിൻ്റെ അർത്ഥം അവർ അക്സെപ്റ്റ് ചെയ്തില്ലെന്നല്ല അർത്ഥം. അങ്ങനെയുള്ളവർക്ക് കൂട്ടുവേലക്കാരാകാൻ പറ്റത്തില്ല. കാര്യം എന്താ കാര്യം? അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് കൂട്ടുവേലക്കാരാൻ വലിയ പാടാണ്. കാര്യം അവർക്ക് ദൈവവചനം അറിയത്തില്ല. അതാണ് പ്രശ്നം. ദൈവവചനത്തിലുള്ള പ്രൊവിഷൻസ് അറിയത്തില്ല. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വിശുദ്ധീകരിക്കാൻ എളുപ്പമാണ്. എന്താ കാര്യത്തിൽ നമ്മൾ വചനത്തിലാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവിക പദ്ധതികളോട് സഹകരിച്ചാൽ മതി. ചിലത്തിൽ കഠിനമായിരിക്കും, പക്ഷേ അതിൻ്റെ കൃപ നമുക്ക് തരും. അതിനുവേണ്ടിയുള്ളതാണ് കൃപയാണ്, അതിനുവേണ്ടിയുള്ള അലോട്ട്മെൻറ്റാണ് കൃപ. ആ വഴിക്ക് കിട്ടുമ്പോൾ ആ ഒരു കഠിനമായ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന കൃപ കൊണ്ട് വഴയുന്നതിനെ ചീരുന്നതിനെ. അതാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.